ഈശോമിശിഹായിൽ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. കൊച്ചുനാൾ മുതൽ ഞാൻ ചൊല്ലുന്ന ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പ്രാർത്ഥന കാണാതെ പഠിച്ചാൽ വെറും 1 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചൊല്ലി തീർക്കുവാനായിട്ട്. ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തി അത് നിങ്ങൾ എത്ര തവണ ചൊല്ലുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഏകദേശം 25 വർഷത്തിലധികമായി ഞാൻ ഈ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഇതെങ്ങനെയാണ് എൻ്റെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായത് എന്ന് എനിക്കറിയില്ല. പക്ഷെ കുഞ്ഞുനാൾ മുതൽ അമ്മ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്രാർത്ഥന എന്നും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു, ഇപ്പോഴുമാണ്. കുഞ്ഞിലെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. ഉദാഹരണത്തിന്, നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ 3 പ്രാവശ്യം ചൊല്ലി തീർക്കുന്നതിന് മുമ്പേ കറണ്ട് വരണമെന്ന് പ്രാർത്ഥിക്കും. 3 പ്രാവശ്യം ചൊല്ലി തീർക്കുന്നതിന് മുമ്പ് തന്നെ കറണ്ട് വരും. ഒരു സ്ഥലത്തോട്ട് ബസ് നോക്കി നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി 3 വട്ടം ചൊല്ലി തീർക്കുമ്പോഴേക്കും ആ ബസ് വരണേന്ന് പ്രാർത്ഥിക്കും. ചൊല്ലി തീർക്കുന്നതിന് മുന്നേ ബസ് വരും. അങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഹോംവർക്ക് ചെയ്യാതെ പോകുന്ന ദിവസങ്ങളിൽ ടീച്ചർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുഞ്ഞു കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതൊക്കെ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ മറ്റനേകം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തി പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായത്. പ്രശ്നങ്ങൾ വലുതായതുകൊണ്ട് അതിനുള്ള പരിഹാരവും കുറച്ച് വലുതായിരുന്നു. പക്ഷേ അതൊന്നും എൻ്റെ കഴിവുകൊണ്ട് നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഞാൻ ഈ ഒരു പ്രാർത്ഥനയെ ആശ്രയിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആവശ്യത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു ചെറിയ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആവശ്യം വലുതാകുന്നതനുസരിച്ച് എണ്ണവും കൂട്ടുക. 3 ദിവസം 33 പ്രാവശ്യം ചൊല്ലാമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ 101 പ്രാവശ്യം ചൊല്ലാമെന്നോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ വലുപ്പം അനുസരിച്ച് പ്രാർത്ഥനയുടെ എണ്ണവും കൂട്ടിയെടുക്കുക. നിങ്ങൾ പറഞ്ഞതുപോലെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നടന്നു കിട്ടും. ഈ പ്രാർത്ഥന എൻ്റെ ഒപ്പം ചൊല്ലിക്കഴിഞ്ഞ് വിശ്വാസത്തോടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതാം: കരുണയുള്ള നല്ല അമ്മേ, നിൻ്റെ മാലാഹമാരെ അയച്ച് എൻ്റെ പ്രത്യേക നിയോഗം നടത്തിത്തരണമേ. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥന ചൊല്ലാം. മഹത്വപൂർണിയായ സ്വർഗരാജ്ഞി, മാലാഹമാരുടെ നാഥേ, പിശാചിൻ്റെ തല തകർക്കുവാനുള്ള ശക്തി നിനക്കുണ്ടല്ലോ. അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് നിനക്കുണ്ട്. ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി അയക്കണമേ എന്ന് സമാധാനദാതാവായ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അവർ നിന്റെ കൽപ്പനയനുസരിച്ച് നാരികീയ ശക്തികളെ പിന്തുടർന്നോടിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ. ദൈവത്തെപ്പോലെ ആരുണ്ട്? മാലാഹമാരെ, മുഖ്യദൂതന്മാരെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കരുണയുള്ള നല്ല അമ്മേ, നീയാണ് ഞങ്ങളുടെ ധൈര്യവും പ്രത്യാശയും. ദൈവമാതാവേ, നിന്റെ മാലാഹമാരെ അയച്ച് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നിങ്ങളുടെ നിയോഗം നടന്നു കഴിയുമ്പോൾ മറ്റുള്ളവർക്കുള്ള സാക്ഷ്യത്തിനായി ഇവിടെ കമൻറ്റ് ബോക്സിൽ അത് സാക്ഷ്യപ്പെടുത്തുക. സാധിക്കുന്നവർക്കൊക്കെ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴല്ല, നിങ്ങൾ കാരണം മറ്റൊരാളുടെ ആവശ്യം നടക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള ഒരുപാട് അത്ഭുത പ്രാർത്ഥനകൾക്കായി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈശോയിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ.